ഓം ശാന്തി 25/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമതം നിങ്ങളെ സദാ സുഖിയാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് ദേഹധാരികളുടെ നിർദ്ദേശം ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കൂ. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയുടെ അലച്ചിലാണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്തത്? ഉത്തരം: ആർക്കാണോ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മതത്തിൽ വിശ്വാസമില്ലാത്തത്, അവരുടെ അലച്ചിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ബാബയിൽ പൂർണ്ണ നിശ്ചയം ഇല്ലാത്തത് കാരണം രണ്ട് ഭാഗത്തും കാൽ വയ്ക്കുകയാണ്. ഭക്തി, ഗംഗാസ്നാനം തുടങ്ങിയവയും ചെയ്യും, ബാബയുടെ മതത്തിലൂടെയും നടക്കും. ഇങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ശ്രീമത്തിലൂടെ പൂർണമായി നടക്കുന്നില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഗീതം ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. കുട്ടികൾ ഭക്തരുടെ ഈ ഗീതം കേട്ടുവല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല, നിങ്ങൾക്കറിയാം നമുക്ക് ഉയർന്നതിലും ഉയർന്ന ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ഉയർന്നതിലും ഉയർന്നത് ഒരേയൊരു ബാബ മാത്രമാണ്. ബാക്കി ഈ സമയം ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരും താഴ്ന്നവരിലും താഴ്ന്നവരാണ്. ഉയർന്നതിലും ഉയർന്ന മനുഷ്യരും ഭാരതത്തിൽ ഈ ദേവീ ദേവതകൾ തന്നെ ആയിരുന്നു. അവരുടെ മഹിമയാണ് സർവഗുണ സമ്പന്നൻ. ഇപ്പോൾ മനുഷ്യർക്കിത് അറിയുകയില്ല. ഈ ദേവതകളെ ഇത്രയും ഉയർന്നവരാക്കി മാറ്റിയത് ആരാണ് എന്ന്. ഈ സമയം തീർത്തും പതീതരായി മാറിയിരിക്കുന്നു. ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. സാധു സന്യാസിമാരെല്ലാം ഈശ്വരനെ സാധന ചെയ്യുന്നു. ഇങ്ങനെയുള്ള സന്യാസിമാരുടെ പിറകെ മനുഷ്യർ പകുതി കൽപ്പം അലയുന്നു. ബാബ വന്നു കഴിഞ്ഞു, നമ്മൾ ബാബയുടെ കൂടെ പോകുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ബാബ നമുക്ക് ശ്രീമതം നൽകി ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠം സദാ സുഖി ആക്കുന്നു. രാവണന്റെ മതത്തിലൂടെ നിങ്ങളിപ്പോൾ എത്ര തുച്ഛബുദ്ധിയായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളിനി ആരുടെയും മതത്തിലൂടെ നടക്കരുത്. പതീത പാവനനായ എന്നെ വിളിച്ച് വീണ്ടും എന്തിന് നശിപ്പിക്കുന്നവരുടെ പിറകെ പോയി അകപ്പെടണം? ഒരാളുടെ മതത്തെ ഉപേക്ഷിച്ച് അനേകരുടെ മതത്തിലേക്ക് പോയി എന്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു? ചില കുട്ടികൾ ജ്ഞാനവും കേട്ടുകൊണ്ടിരിക്കും, ഒപ്പം തന്നെ പോയി ഗംഗാസ്നാനവും ചെയ്യും, ഗുരുക്കന്മാരുടെ അടുത്തേക്കും പോകും. ബാബ പറയുകയാണ്, ആ ഗംഗ പതീത പാവനിയൊന്നുമല്ല. എന്നിട്ടും നിങ്ങൾ മനുഷ്യരുടെ മതത്തിലൂടെ പോയി ഗംഗാസ്നാനമെല്ലാം ചെയ്യുകയാണെങ്കിൽ ബാബ പറയും, ഉയർന്നതിലും ഉയർന്ന പിതാവായ എന്റെ മതത്തിൽ പോലും വിശ്വാസമില്ല. ഒരു ഭാഗത്ത് ഈശ്വരീയ മതം, മറുഭാഗത്ത് ആസുരീയ മതം. അവരുടെ അവസ്ഥ എന്തായിരിക്കും? രണ്ട് ഭാഗത്തും കാല് വയ്ക്കുകയാണെങ്കിൽ കീറി മുറിക്കപ്പെടും. ബാബയിൽ പോലും പൂർണ്ണ നിശ്ചയം വെക്കുന്നില്ല. ബാബ ഞാൻ അങ്ങയുടേതാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങയുടെ ശ്രീമതത്തിലൂടെ ഞാൻ ശ്രേഷ്ഠനായി മാറും. ഞങ്ങൾ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മതത്തിലൂടെ തങ്ങളുടെ ചുവട് വെക്കുന്നു. ശാന്തിധാമം സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നതും ബാബ തന്നെയാണ്. ബാബ പറയുകയാണ്, ആരുടെ ശരീരത്തിലാണോ ഞാൻ പ്രവേശിച്ചത് അദ്ദേഹത്തിന് 12 ഗുരുക്കന്മാരുണ്ടായിരുന്നു. എന്നിട്ടും തമോപ്രധാനമായി ഫലം ഒന്നും തന്നെ ഉണ്ടായില്ല. ഇപ്പോൾ ബാബയെ കിട്ടിയപ്പോൾ എല്ലാവരെയും ഉപേക്ഷിച്ചു. ഉയർന്നതിലും ഉയർന്ന ബാബയെ ലഭിച്ചു. ബാബ പറയുകയാണ്, മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്. എന്നാൽ മനുഷ്യർ തീർത്തും തമോപ്രധാന ബുദ്ധികളാണ്. ഇവിടെയും അനേകരുണ്ട്. ശ്രീമതത്തിലൂടെ നടക്കാൻ സാധിക്കില്ല, ശക്തിയില്ല. മായ
ബുദ്ധിമുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം രാവണൻ ശത്രുവാണ്, രാമൻ മിത്രമാണ്. ചിലർ രാമനെന്നും ചിലർ ശിവനെന്നും പറയും. യഥാർത്ഥ പേര് ശിവപിതാവെന്നാണ്. ഞാൻ പുനർജന്മത്തിൽ വരുന്നില്ല. ഡ്രാമയിൽ എന്റെ പേര് ശിവനെന്ന് വെച്ചിരിക്കുകയാണ്. ഒന്നിന് 10 പേര് വെച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യർ സംശയിച്ചു പോവുകയാണ്. ആര് വരുന്നോ പേര് വെക്കുന്നു. യഥാർത്ഥത്തിൽ എന്റെ പേര് ശിവനെന്നാണ്. ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ കൃഷ്ണനിലൊന്നും വരുന്നില്ല. വിഷ്ണു സൂക്ഷ്മവതനവാസിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ വിഷ്ണു പ്രവൃത്തി മാർഗത്തിന്റെ യുഗൾ രൂപമാണ്. ബാക്കി 4 കൈകളൊന്നുമില്ല. 4 കൈകൾ അർത്ഥം പ്രവൃത്തി മാർഗം, 2 കൈകൾ അർത്ഥം നിവൃത്തി മാർഗം. ബാബ പ്രവൃത്തി മാർഗത്തിനുള്ള ധർമ്മം സ്ഥാപിക്കുകയാണ്. സന്യാസിമാർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. പ്രവൃത്തി മാർഗത്തിലുള്ളവർ തന്നെയാണ് പിന്നീട് പാവനത്തിൽ നിന്നും പതീതമായി മാറുന്നത്. അതുകൊണ്ട് സൃഷ്ടിയെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയാണ് സന്യാസിമാരുടെ പവിത്രമാകുന്നതിന്റെ പാർട്ടുള്ളത്. അവരും ലക്ഷം കോടിക്കണക്കിനുണ്ട്. മേള നടക്കുമ്പോൾ അനേകർ വരുന്നു. അവർ ഭക്ഷണമുണ്ടാക്കുന്നില്ല. ഗൃഹസ്ഥികളുടെ പാലനയിലൂടെ ജീവിക്കുന്നു. കർമ്മസന്യാസം ചെയ്ത് പിന്നെ ഭോജനം എവിടെ നിന്ന് കഴിക്കും? അതിനാൽ ഗൃഹസ്ഥികളിൽ നിന്ന് കഴിക്കുന്നു. ഗൃഹസ്ഥികൾ മനസ്സിലാക്കുന്നു, ഇതും ഞങ്ങളുടെ ദാനമായി. അതുപോലെ പൂജാരികളും പതിതമായിരുന്നു. പിന്നീട് ശ്രീമതത്തിലൂടെ നടന്ന് പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാബയെ ഫോളോ ചെയ്യൂ എന്ന് പറയുന്നത്. മായ ഓരോ കാര്യത്തിലും മലർത്തിയടിക്കുന്നു. ദേഹാഭിമാനത്തിലൂടെ തന്നെയാണ് മനുഷ്യർ തെറ്റ് ചെയ്യുന്നത്. ദരിദ്രനാകട്ടെ സമ്പന്നനാകട്ടെ ദേഹാഭിമാനം ഇല്ലാതാവണമല്ലോ. ദേഹാഭിമാനം ഇല്ലാതാക്കുന്നതിൽ തന്നെയാണ് വലിയ പരിശ്രമം. ബാബ പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കൂ. നിങ്ങൾ ദേഹാഭിമാനത്തിലേക്ക് എന്തിനാണ് പോകുന്നത്? ഡ്രാമയനുസരിച്ച് ദേഹാഭിമാനത്തിൽ വരിക തന്നെ വേണം. ഈ സമയത്താണെങ്കിൽ ഉറച്ച ദേഹി അഭിമാനി ആവുക തന്നെ വേണം. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി പിന്നീട് ശരീരത്തെ മുറിക്കൂ, നിലവിളി എന്തെങ്കിലും വരുമോ? ഇല്ല. ആത്മാവ് തന്നെയാണ് പറയുന്നത്, എന്റെ ശരീരത്തിന് ദുഃഖം തരരുത്. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. നിങ്ങൾ കുട്ടികൾ എത്രത്തോളം ദേഹി അഭിമാനിയായി മാറുന്നുവോ അത്രത്തോളം ആരോഗ്യവാനും നിരോഗിയുമായി മാറും. ഈ യോഗബലത്തിലൂടെ 21 ജന്മം നിങ്ങൾ നിരോഗിയായി മാറും. എത്ര മാറുന്നുവോ പദവിയും അത്ര ഉയർന്നത് ലഭിക്കും. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടും. ഇല്ല എങ്കിൽ ശിക്ഷകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതിനാൽ വളരെയധികം ദേഹി അഭിമാനിയായി മാറണം. ഒരുപാട് പേരുടെ ഭാഗ്യത്തിൽ ഈ ജ്ഞാനമില്ല. എപ്പോൾ വരെ നിങ്ങൾ കുലത്തിൽ വരുന്നില്ലയോ, അർത്ഥം ബ്രഹ്മമുഖവംശാവലി ആകുന്നില്ലയോ, അതുവരെ ബ്രാഹ്മണനായി മാറാതെ എങ്ങനെ ദേവതയായി മാറും? അനേകർ വരുന്നുണ്ട്. ബാബ ബാബ എന്ന് എഴുതും, അല്ലെങ്കിൽ പറയും. എന്നാൽ കേവലം പറച്ചിൽ മാത്രമേ ഉള്ളൂ. 1-2 എഴുത്തുകൾ എഴുതി പിന്നെ അപ്രത്യക്ഷമായി. അവരും സത്യുഗത്തിൽ വരും, എന്നാൽ പ്രജയിൽ. പ്രജകൾ ഒരുപാട് ഉണ്ടാകുമല്ലോ. മുന്നോട്ടു പോകുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ടാകും. അപ്പോൾ ഒരുപാട് പേര് ഓടിവരും.
പറയും, ഭഗവാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ അടുത്തും ഒരുപാട് സെന്ററുകൾ തുറക്കപ്പെടും. നിങ്ങൾ കുട്ടികളുടെ കുറവാണ്, ദേഹി അഭിമാനി ആകുന്നില്ല. ഒരുപാട് ദേഹാഭിമാനമാണ്. അന്തിമത്തിൽ ആർക്കെങ്കിലും ദേഹാഭിമാനം ഉണ്ടാവുകയാണെങ്കിൽ പദവിയും കുറഞ്ഞു പോകും. പിന്നീട് വന്ന് ദാസദാസിയാകും. ദാസദാസിമാരും നമ്പർ വയസ്സായി അനേകം ഉണ്ടാകുന്നു. രാജാക്കന്മാർക്ക് സ്ത്രീധനമായി ദാസിമാരെ ലഭിക്കുന്നു, സമ്പന്നർക്ക് ലഭിക്കുന്നില്ല. കുട്ടികൾ കാണുന്നുണ്ട്, രാധ എത്ര ദാസിമാരെയാണ് സ്ത്രീധനമായി കൊണ്ടുപോകുന്നത്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാക്ഷാത്കാരം ഉണ്ടാകും. വെറുമൊരു ദാസിയാകുന്നതിനേക്കാൾ സമ്പന്ന പ്രജ ആകുന്നതാണ് നല്ലത്. ദാസി അക്ഷരം മോശമാണ്. പ്രജയിൽ സമ്പന്നനായി മാറുക പിന്നെയും നല്ലതാണ്. ബാബയുടേതായി മാറിയാൽ മായ ഒന്നുകൂടി നന്നായി സൽക്കരിക്കുന്നു. വളരെ മോശമായി മാറി യുദ്ധം ചെയ്യുന്നു, ദേഹാഭിമാനം വരുന്നു. ശിവബാബയിൽ നിന്ന് തന്നെ മുഖം തിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നത് പോലും ഉപേക്ഷിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, എന്നാൽ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ ഓർമ്മിക്കാൻ സമയമില്ലേ? നല്ല നല്ല കുട്ടികൾ ശിവബാബയെ മറന്ന് ദേഹാഭിമാനത്തിലേക്ക് വരുന്നു. ഇല്ല എങ്കിൽ ഇങ്ങനെ ജീവദാനം നൽകുന്ന ബാബയെ ഓർമ്മിച്ച് കത്തുകൾ എഴുതും. എന്നാൽ ഇവിടത്തെ കാര്യം പറയേണ്ടതില്ല. മായ ഒറ്റയടിക്ക് മൂക്കിന് പിടിച്ചുകൊണ്ടു പോകുന്നു. ഓരോ ചുവടിലും ശ്രീമതത്തിലൂടെ നടക്കുകയാണെങ്കിൽ ഓരോ ചുവടിലും കോടികളാണ്. നിങ്ങൾ അളവറ്റ ധനവാനായി മാറുന്നു. അവിടെ എണ്ണലുണ്ടായിരിക്കില്ല. ധനവും സമ്പത്തും വയലും തോട്ടവുമെല്ലാം ലഭിക്കുന്നു. അവിടെ ചെമ്പ്, ഇരുമ്പ്, പിത്തള മുതലായവ ഉണ്ടായിരിക്കില്ല. സ്വർണ നാണയം ഉണ്ടായിരിക്കും. കെട്ടിടവും സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് കുറവുണ്ടാകുക? ഇവിടെയാണെങ്കിൽ ഭ്രഷ്ടാചാരി ലോകമാണ്. എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെയാണ് പ്രജയും. സത്യയുഗത്തിൽ ഏതുപോലെ രാജാവും റാണിയും അതുപോലെ പ്രജകളും എല്ലാവരും ശ്രേഷ്ഠാചാരികളാണ്. എന്നാൽ മനുഷ്യരുടെ ബുദ്ധിയിൽ ഇതൊന്നും ഇരിക്കുന്നില്ല. തമോ പ്രധാനമാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങളും ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ വന്ന് ദേവതയാക്കുന്നു. എന്നിട്ടും ആകുന്നില്ല. പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ നല്ലതാണ്, അങ്ങനെയാണ്. തങ്ങൾ നരകത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ രൗരവ നരകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതും നിങ്ങൾ കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. മനുഷ്യർ തീർത്തും നരകത്തിൽ പെട്ടിരിക്കുകയാണ്. രാവും പകലും ചിന്തയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനമാർഗത്തിൽ ആർക്കാണോ തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യാൻ സാധിക്കാത്തത്, എന്റെ നിന്റെ എന്ന ചിന്തയിൽ കഴിയുന്നത്, അവർ കടുത്ത രോഗികളാണ്. ബാബയെ അല്ലാതെ വേറെ ആരുടെയെങ്കിലും ഓർമ്മയിലാണെങ്കിൽ വ്യഭിചാരിയായില്ലേ? ബാബ പറയുകയാണ്, മറ്റാരുടെയും കേൾക്കരുത്, എന്നിൽ നിന്ന് മാത്രം കേൾക്കൂ, എന്നെ ഓർമ്മിക്കൂ. ദേവതകളെ ഓർമ്മിക്കുന്നത് പിന്നെയും നല്ലതാണ്. മനുഷ്യരെ ഓർമ്മിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, നിങ്ങൾ എന്തിന് ശിരസ് കുനിക്കണം? നിങ്ങൾ ഈ ബാബയുടെ അടുത്തും എപ്പോൾ വരികയാണെങ്കിലും ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ട് വരൂ. ശിവബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ പാപം ചെയ്യുകയാണ്. ബാബ പറയുകയാണ്, ആദ്യം പവിത്രമാകുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യൂ. ശിവബാബയെ ഓർമ്മിക്കൂ. വളരെയധികം പഥ്യമുണ്ട്. വളരെ വിരളം ചിലരാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും ബുദ്ധി ഇല്ല. ബാബയോട് എങ്ങനെ പെരുമാറണം, ഇതിൽ തന്നെയാണ് വളരെയധികം പരിശ്രമം വേണ്ടത്.
മാലയിലെ മുത്തായി മാറുക ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നതുപോലെ എളുപ്പമുള്ള കാര്യമല്ല. ബാബയെ ഓർമ്മിക്കലാണ് പ്രധാനം. നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ബാബയുടെ സേവനം, ബാബയുടെ ഓർമ്മ എത്ര ഉണ്ടായിരിക്കണം. ബാബ ദിവസവും പറയുന്നുണ്ട്, കണക്ക് ഇല്ലാതാക്കൂ. ഏത് കുട്ടികൾക്കാണോ തന്റെ മംഗളം ചെയ്യുന്നതിന്റെ ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവർ എല്ലാ പ്രകാരത്തിലുമുള്ള പൂർണ്ണ പഥ്യം പാലിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഭക്ഷണപാനീയം വളരെ സാത്വികമായിരിക്കും. ബാബ കുട്ടികളുടെ മംഗളത്തിന് വേണ്ടി വളരെയധികം മനസ്സിലാക്കി തരുന്നു. എല്ലാ പ്രകാരത്തിലുമുള്ള പഥ്യം ആവശ്യമാണ്. പരിശോധിക്കണം, നമ്മുടെ കഴിക്കുന്നതും കുടിക്കുന്നതും അങ്ങനെയുള്ളതൊന്നുമല്ലല്ലോ, ലോഭമൊന്നുമില്ലല്ലോ. എപ്പോൾ വരെ കർമാതീത അവസ്ഥ ആകുന്നില്ലയോ അതുവരെ മായ തലതിരിഞ്ഞ കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. സമയമെടുക്കും. പിന്നീട് അറിയാൻ സാധിക്കും, ഇപ്പോൾ വിനാശം മുന്നിലാണ്. അഗ്നി വ്യാപിക്കുന്നു. എങ്ങനെയാണ് ബോംബുകളെല്ലാം വീഴുന്നതെന്ന് നിങ്ങൾ കാണും. ഭാരതത്തിലാണെങ്കിൽ രക്തനദികൾ ഒഴുകും. അവിടെ ബോംബുകളാൽ പരസ്പരം അവസാനിപ്പിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഭാരതത്തിലാണ്. തന്റെ മേൽ വളരെയധികം ശ്രദ്ധ വെക്കണം. നമ്മൾ എന്ത് സർവീസാണ് ചെയ്യുന്നത്? എത്ര പേരെ തനിക്ക് സമാനം നരനിൽ നിന്ന് നാരായണനാക്കി മാറ്റിയിട്ടുണ്ട്. ചിലർ ഭക്തിയിൽ വളരെയധികം അകപ്പെടുന്നു. എന്നിട്ട് മനസ്സിലാക്കുന്നു, ഈ പെൺകുട്ടികൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന്. ഇവരെ പഠിപ്പിക്കുന്നത് ഭഗവാനാണെന്ന് അറിയുന്നില്ല. കുറച്ചു പഠിച്ചവരാണ്. അഥവാ ധനമുണ്ടെങ്കിൽ കലഹിക്കാൻ തുടങ്ങും. അന്തസ് നഷ്ടപ്പെടുത്തുന്നു. സദ്ഗുരുവിനെ നിന്ദിക്കുന്നവർ ഗതി പ്രാപിക്കില്ല. പിന്നീട് പോയി നയാ പൈസയുടെ പദവി നേടും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നിന്റെ എന്റെ എന്ന ചിന്ത വിട്ട് തനിക്ക് സമാനം ആക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ഒരു ബാബയിൽ നിന്ന് മാത്രം കേൾക്കണം. ബാബയെ മാത്രം ഓർമ്മിക്കണം. വ്യഭിചാരി ആകരുത്. 2. തന്റെ മംഗളത്തിന് വേണ്ടി ഭക്ഷണപാനീയത്തിൽ വളരെയധികം പഥ്യം പാലിക്കണം. ഒരു വസ്തുവിലും ലോഭം വെക്കരുത്. മായ ഒരു തലതിരിഞ്ഞ കർമ്മവും ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വരദാനം: നിർണയശക്തിയിലൂടെയും നിയന്ത്രണ ശക്തിയിലൂടെയും സദാ സഫലതാമൂർത്തിയായി ഭവിക്കൂ. ഏതൊരു ലൗകിക അലൗകിക കാര്യത്തിലും സഫലത പ്രാപ്തമാക്കുന്നതിന് വേണ്ടി വിശേഷിച്ചും നിയന്ത്രണ ശക്തിയും നിർണയശക്തിയും ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ എപ്പോൾ ഏത് ആത്മാവും താങ്കളുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ ആദ്യം നിർണയിക്കണം, ഇവർക്ക് എന്ത് വസ്തുവിന്റെ ആവശ്യമാണ് ഉള്ളത്. നാഡിയിലൂടെ തിരിച്ചറിഞ്ഞ് അവരുടെ ആഗ്രഹാനുസരണം അവരെ തൃപ്തരാക്കണം. ഒപ്പം തന്റെ നിയന്ത്രണ ശക്തിയിലൂടെ മറ്റുള്ളവരിൽ തന്റെ അചഞ്ചല സ്ഥിതിയുടെ പ്രഭാവം പതിപ്പിക്കണം. ഈ 2 ശക്തികളും സേവനത്തിന്റെ മേഖലയിൽ സഫലതാമൂർത്തിയാക്കി മാറ്റുന്നു. സ്ലോഗൻ: സർവശക്തിവാനെ കൂട്ടുകാരനാക്കൂ, അപ്പോൾ മായ കടലാസ് പുലി ആകും. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. സേവനത്തിന്റെ മേഖലയിൽ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ തനിക്കും സേവനത്തിനുമായി എന്തെല്ലാമാണോ വരുന്നത് അതിന്റെയും കാരണം കേവലം ഇതാണ്: സ്വയത്തെ കേവല സേവാധാരിയെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈശ്വരീയ സേവാധാരിയാണ്. കേവല സേവനത്തിലല്ല, എന്നാൽ ഈശ്വരീയ സേവനത്തിലാണ്. ഈ സ്മൃതിയിലൂടെ
ഓർമ്മയും സേവനവും സ്വതവേ സമന്വയിക്കുന്നു. ഓം ശാന്തി.